നമസ്കാരം. എല്ലാ പ്രിയർക്കും ഒത്തിരി സ്നേഹത്തോടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് സ്വാഗതം. പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ആദ്യം മുതലേ ഇങ്ങനെയാണ്. ഇങ്ങനെ തന്നെയാണ്. അതങ്ങനെ ചെയ്യാമെന്ന് തോന്നാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭയങ്കര കളർഫുൾ ആണ് കണ്ണേട്ടൻ്റെ ഇത് കാണുമ്പോൾ. നമ്മളെ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് കൂടുതൽ കൂടുതലായതല്ലേ? അതിനു മുമ്പും കണ്ണൻ പാടിയിരുന്നു. അത് പർവ്വതത്തിന്റെ മേഖലകളിലൊക്കെ പാടി അങ്ങനെ പോയിരുന്നത്. അതിനുശേഷം നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് വേറെ ഒരു മാർഗ്ഗമില്ലാത്ത സമയത്ത് ടി വി അങ്ങനെ ഒന്നുമില്ലാത്ത സമയത്ത് കണ്ണൻജിനാഥ് കലാകാരൻ്റെയും കുടുംബത്തിൻ്റെയും പരിപാടികളൊക്കെ നിങ്ങളൊക്കെ കാണാൻ നിർബന്ധിതരായി. ഈശ്വരൻ്റെ പാട്ടുകളാണ് നമ്മൾ കൂടുതലും, കാരണം ക്ഷേത്രങ്ങളിലാണ് കൂടുതലും നമുക്ക് പരിപാടികൾ വരുന്നത്. ലൈവിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഗാനങ്ങൾ മറ്റുള്ള സിനിമാ ഗാനങ്ങളൊക്കെ പാടുമായിരുന്നു. പണ്ടെന്ന് പറയുമ്പോൾ കലാകാരന് തന്നെ ഞാൻ കലാകാരനാണെന്ന് പറയാനൊന്നും മടിയുള്ളതാണ്. അത് കുറച്ച് ആധുനീകരിച്ചിട്ടാണ് ആർട്ടിസ്റ്റാണ് എന്ന് പറയും. പക്ഷേ ഞാനതല്ല, ഞാൻ കലാകാരൻ, മലയാളി കലാകാരനായതുകൊണ്ട് മാത്രമേ എന്നെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നെഞ്ചത്ത് തന്നെ എഴുതിയിരുന്നു കലാകാരൻ. നടൻ, ഗായകൻ, സംഗീത സംവിധായകൻ, കാഥികൻ തുടങ്ങി കലയുടെ വ്യത്യസ്ത മേഖലകളിൽ വ്യാപരിക്കുന്ന ഒരാൾ സ്വയം അടയാളപ്പെടുന്നത് കലാകാരൻ എന്ന ഒരൊറ്റ വാക്കിലാണ്. ഇന്ന് ഈ ഒരു ഇത്തിരി നേരം നമുക്കൊപ്പം ഒത്തിരി കാര്യങ്ങളുമായുള്ളത് കണ്ണൻജിനാഥ്. കണ്ണേട്ടനെ സ്വാഗതം ചെയ്യാം. നമസ്തേ. കണ്ണേട്ട, ഒരുപാട് സന്തോഷം ഞങ്ങളുടെ ഈ പരിപാടിയിൽ വന്നതിന്, ഈ സ്ഥലത്തെ ധന്യമാക്കിയതിന്. എനിക്കും ഒത്തിരി സന്തോഷം എന്നെ ക്ഷണിച്ചതിന്. കാരണം എനിക്ക് കണ്ണേട്ടനെ കുറിച്ച് ഇനി കണ്ണേട്ടൻ തന്നെ പറഞ്ഞായിരിക്കണം എനിക്ക് കൂടുതൽ അറിയേണ്ടി വരിക. കാരണം ഞാൻ കണ്ണേട്ടൻ്റെ ഒരു റീലാണ് എന്നെ കണ്ണേട്ടനിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. ഒരു പ്രത്യേക രീതിയിലാണ് കണ്ണേട്ടൻ്റെ അവതരണം. അപ്പോൾ ഒരു മാമിയെക്കുറിച്ചൊക്കെ പാടിക്കൊണ്ട് ഒരു കുടം പിടിച്ച് ഒരു മാമി പോകുന്നു, കൃഷ്ണൻ ചെയ്യുന്ന ഇത്, അതാണ് ശരിക്കും സത്യത്തിൽ ആദ്യം എന്നെ അട്രാക്റ്റ് ചെയ്തത്. പിന്നെ അന്ന് തൊട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണേട്ടൻ ഒരു കലാകാരൻ എന്ന രീതിയിൽ പിന്നീട് ഞാൻ അന്വേഷിക്കുമ്പോൾ അറിയുന്നുണ്ട് കണ്ണേട്ടൻ ജനിച്ചത് തന്നെ ഒരു കലാകുടുംബത്തിലാണ്. അപ്പോൾ നമ്മൾ ഏത് പോയിന്റിലാണ് സംസാരിച്ച് തുടങ്ങാൻ പറ്റുക? പറഞ്ഞതുപോലെ ജനിച്ചത് തന്നെ കലാകുടുംബത്തിലാണ്. അച്ഛനും അമ്മയും കലാകാരന്മാരായിരുന്നു. അച്ഛൻ കാഥികൻ പറവൂർ ഗോപിനാഥ്, അമ്മ നൃത്ത അധ്യാപികയായിരുന്നു തങ്കം ഗോപിനാഥ്. ഇപ്പോൾ എൻ്റെ പ്രിയതമയും നൃത്ത അധ്യാപികയാണ് സീമ കണ്ണൻ. മക്കൾ രണ്ടുപേരും അമൃതവർഷ കണ്ണനും ആകാശാഞ്ജലിയും, രണ്ടുപേരും കലാ ഫീൽഡിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ചെറുപ്പത്തിൽ തീർച്ചയായിട്ടും വീട്ടിൽ അപ്പോൾ കാഥികനായ അച്ഛനും അമ്മയുടെ ഇതും ഡാൻസും ഒക്കെ ഉള്ളതുകൊണ്ട് കല എന്നുള്ളൊരു ഇത് അതിൽ കൂടെയാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണേട്ടൻ അതിലേക്ക് പോകുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് നമ്മളവിടെ തുടരുമ്പോൾ അപ്പോഴേക്കും വേറെയും കുറേ മേഖലകളുണ്ട്, കുറേ ആളുകളുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം കണ്ണേട്ടൻ്റെ ഒരു രീതി ഇങ്ങനെ ആയിരിക്കണം എന്നൊരു ഇതിലേക്കൊക്കെ കണ്ണേട്ടൻ എപ്പോഴാണ് അങ്ങനത്തെ ഒരു മാറ്റം വരുന്നത്? മാറ്റം വന്നിട്ടില്ല. പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ്. ആദ്യം മുതലേ ഇങ്ങനെയാണ്. എന്ന് പറയുന്ന ആള് ഇങ്ങനെ തന്നെയാണ്. അതങ്ങനെ ചെയ്യാമെന്ന് തോന്നാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഭയങ്കര കളർഫുൾ ആണ് കണ്ണേട്ടൻ്റെ ഇത് കാണുമ്പോൾ. പ്രോഗ്രാംസ് ജുബ്ബ മാത്രമല്ല, അയ്യോ ജുബ്ബയുടെ കാര്യമാണ്, വേഷം ഒരു പ്രത്യേകതയാണ്. പിന്നെ നിങ്ങൾ ഫാമിലി ഒരുമിച്ചാണെന്ന് തോന്നുന്നു അല്ലെ പ്രോഗ്രാംസ് ചെയ്യാറുള്ളത്? അപ്പൊ അത് ആ രീതിയിൽ അതിനെ നേരത്തെ തൊട്ടേ അങ്ങനെ തന്നെയാണോ അത് കമ്പോസ് ചെയ്തുകൊണ്ട് പോകുന്നത്? കല്യാണം കഴിക്കണ വരെ അച്ഛനും അമ്മയും ഒരുമിച്ചായിരുന്നു. കല്യാണത്തിന് ശേഷം ഭാര്യയായി, മക്കളായതിനു ശേഷം പ്രണയ വിവാഹമാണല്ലേ? തീർച്ചയായും തട്ടിക്കൊണ്ടുവന്നത്. അതിന് ഞാൻ കേട്ടു. ഒരു കരക്കമ്പി എനിക്ക് സമ്മതിക്കില്ല. എനിക്കാവാം. അതെ, മക്കളെ സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. കഠിന കഠോരനായ അച്ഛനാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കലയിലേക്ക് കൂടുതൽ വരാം എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോണതൊക്കെ ഒന്ന് പറയൂ. അല്ല, അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹം, ഞാൻ ബികോം ആണ്. ബികോം പഠിച്ച സമയത്ത് ഒരു ബാങ്കിൽ ഉദ്യോഗസ്ഥനാകണം എന്നുള്ളതായിരുന്നു. കാരണം അച്ഛനും അമ്മയും കല കൊണ്ട് നടന്നിട്ട് ഒന്നും സാധാരണ ഒരു കലാകാരൻ്റെ പോലെ ഒന്നും സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു. അപ്പം മകനെ ഒരു ഉദ്യോഗസ്ഥനാക്കിയാൽ ഒരു സ്ഥിര വരുമാനമുണ്ടെങ്കിൽ, ആദ്യത്തെ കാര്യം ഒരു പെണ്ണ് കിട്ടണമെങ്കിൽ ഒരു പണി വേണം അല്ലേ? പാട്ടും പാടി നടന്നാൽ പെണ്ണ് കിട്ടില്ല. ഇതൊക്കെയല്ലേ കാലഘട്ടത്തിൻ്റെ. അപ്പോൾ പക്ഷെ എൻ്റെ മനസ്സിൽ നമുക്ക് കലയാണുള്ളത്. നമുക്ക് A+B² ഒക്കെ പഠിക്കാനുള്ള സമയമില്ല. അതൊക്കെ കാണാതെ പണ്ട് പഠിച്ചു എന്നല്ലാതെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിരുന്നു. പാട്ട് പാടുക, നൃത്തം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ മൃദംഗിസ്റ്റായിരുന്നു. അമ്മയുടെ പരിപാടികൾക്ക് അമ്മയുടെ കൂടെ പോകുമായിരുന്നു. പിന്നെ ഞാൻ അവസാന കാലഘട്ടത്തിൽ കുറച്ച് ശാസ്ത്രീയമായി തന്നെ നൃത്തവും പഠിച്ചു. അപ്പോൾ നൃത്തം സ്റ്റേജിൽ കളിക്കുന്നതിന് പകരം ഇപ്പം എൻ്റെ പാട്ടിലൂടെ നൃത്തവും കൂടി അവതരിപ്പിക്കും. അഭിനയ സംഗീതം എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ പരിപാടി മുന്നോട്ട് പോകുന്നത്.
അപ്പം വീട്ടിൽ തുടക്കത്തിലൊക്കെ ഇത് ഞാനിനി ഇതിലാണ് പോണതെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും ഇപ്പം ഇങ്ങനെ ബാങ്കിലേക്ക് ഒരു ബാങ്കിങ് മേഖലയിലേക്കൊക്കെ വിടാൻ വെച്ചൊരു മകൻ ഇങ്ങനെ പറയുമ്പോൾ? ഇല്ല, അങ്ങനെയില്ല. കാരണം ചെറുപ്പം മുതലേ നമ്മൾ സൈക്കിളുള്ള കാലഘട്ടത്തിൽ മുതലേ സൈക്കിളിൽ വെച്ച് മൃദംഗം വെച്ച് കെട്ടി പരിപാടിക്ക് പോയിരുന്നതാണ്. അപ്പം അച്ഛനും എൻ്റെ കൂടെ ഉണ്ടാവും, 2 സൈക്കിളിൽ ഞങ്ങൾ പോകും. അച്ഛൻ ഹാർമോണിയം വായിക്കുമായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ആയിരുന്നു ആ കാലഘട്ടത്തിൽ പോയിരുന്നത്. അതിനും പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ പോകുമെന്ന് തീരുമാനമില്ല, അങ്ങനെ ആയിപ്പോയി. ഈ നിമിഷം വരെ അങ്ങനെ ആയി വന്നു, സംഭവിച്ചു പോയതാണ്. തീർച്ചയായും. അപ്പം ആ തുടക്ക സമയത്തൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ കണ്ണേട്ടന്? എനിക്കറിയില്ല, സ്ട്രഗിൾസ് വന്നിട്ടുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, അയ്യോ അച്ഛൻ വിചാരിച്ച പോലെ അങ്ങനെ പോയാൽ മതിയായിരുന്നു? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കങ്ങനെ ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ തന്നെ നോക്കിയേ. വലിയ സമ്പാദ്യമൊന്നുമില്ലെങ്കിലും ഇന്നാണ് ഞങ്ങൾക്ക് ഓണം, നമുക്ക് എന്ന് ഓണമാണ്, നാളെ എന്തെന്ന് ചിന്തിച്ചിട്ടില്ല ഇതുവരെയും. ഇന്ന് ആഘോഷിക്കുക ജീവിതം, അത് തന്നെയാണ് എൻ്റെ ചിന്താഗതി. അച്ഛനും അമ്മയും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ന് ഒരു 1000 രൂപ കിട്ടിയ പൊറോട്ട ഇറച്ചി മേടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അടിപൊളിയാക്കുക, ഭക്ഷണം കഴിക്കുക, സിനിമ കാണാൻ പോവുക, ഇന്നത്തെ ജീവിതം സന്തുഷ്ടം, കിടന്നുറങ്ങുക. നാളെ നമുക്ക് ഭാവനയുണ്ട് ഇന്ന പോലെ ആകുമെന്നൊക്കെ, അത് ഇതുവരെ ഭവിച്ചിട്ടുമുണ്ട്. ഇപ്പം കലയിൽ ഇപ്പം ഈ ചെയ്യുന്ന ഈ ഇതുണ്ടല്ലോ, പാടുന്നു, അത് അഭിനയിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു രീതി, അതും ഒരു വേഷവിധാനത്തിലും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു കണ്ണേട്ടൻ സ്റ്റൈലായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് ഇങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം, ഇനി ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ഒരു ഇത് പോകേണ്ടതെന്ന് ചിന്തിക്കണത് എപ്പോഴാണ്? ഞാൻ കൂടുതലും ഡാൻസിനാണ് ആദ്യം പാടി തുടങ്ങിയത്, അമ്മയുടെ കുട്ടികൾക്ക്. പിന്നെ വൈഫ് ഡാൻസ് പഠിപ്പിക്കുമ്പോൾ അവരുടെ പ്രോഗ്രാമിന് ഞാൻ പാട്ട്. ഇപ്പോൾ മകൻ മൃദംഗം, മകള് നൃത്തം ചെയ്യുന്നു. അങ്ങനെ പാട്ട് പാടാൻ പോയാണോ ചേച്ചി ചാടിച്ചോണ്ട് വന്നത്? അല്ല, അത് വേറെ കഥയാണ്. അത് കഴിഞ്ഞിട്ട് പറയാം, അത് പറയാം. ഇത് കണ്ടിന്യൂ. അപ്പോൾ എവിടെ പറഞ്ഞു നിർത്തി? അപ്പോൾ പ്രോഗ്രാമിന് അപ്പോൾ ഈ അഭിനയ സംഗീതം, ഈ നൃത്തത്തിന് നമ്മൾ പാടുമ്പോൾ സാധാരണ ഒരു കച്ചേരിക്ക് പാടുന്ന രീതിയിലല്ല ഏതൊരു ഗായകനും പാടേണ്ടത്. അത് ആണ് യഥാർത്ഥത്തിൽ അഭിനയ സംഗീതം. ഞാൻ പാടുന്നതല്ല. ഞാൻ പാടുന്നത് വേണമെങ്കിൽ ആക്ഷൻ സോങ് എന്ന് പറയാം. അഭിനയ സംഗീതം എന്ന് പറയുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നൃത്തം ചെയ്യുന്ന ആൾ അഭിനയിക്കുമ്പോൾ അതിന് പാകത്തിന് നമ്മൾ എഫക്റ്റ് നമ്മുടെ ശബ്ദത്തിലൂടെയും നമ്മുടെ സംഗതികളിലൂടെയൊക്കെ വരണം. അതാണ് എൻ്റെ ആക്ഷൻ സോങ്. ഓവർ ആക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇല്ല, പക്ഷെ അങ്ങനെ ആവുന്നോണ്ടാ തോന്നുന്നത് റീച്ച് ചെയ്യണത്. തീർച്ചയായും എന്നെ ഇഷ്ടപ്പെടുന്ന, നമ്മളെ ഇഷ്ടപ്പെടുന്ന, നമ്മുടെ കുടുംബത്തെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ജനങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ. ഞാൻ തന്നെ എന്തോരം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് അറിയാം. കാരണം അത് ഭയങ്കര നമുക്കിങ്ങനെ വല്ലാത്തൊരു വിഷമക്കാരെ കണ്ണലിന്റെ ഒരു റീലാണ്. അപ്പൊ അതാണ് അന്തമാമി എന്ന് പറഞ്ഞിട്ടൊരു സാധനം. അത് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുമോ? ചെറുതായിട്ട് അല്ല, അത് പാട്ട് പാടണ്ടേ? പാട്ട് പാടിയിട്ട് ചെറുതായിട്ട് 2 വരി പാടി നോക്കാം. മതി. കാരണം പുസ്തകം ഇല്ലാണ്ട് പിന്നെ ഇതൊക്കെ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ ഇല്ലാതെ അങ്ങനെയല്ലേ അല്ലേ? സുന്ദരമായി മാമി ഒരുവൻ യശോദ വിട്ട് സ്വന്തവും കൊണ്ടാടി വരുവാൻ. സുന്ദരമായി മാമി ഒരുവൻ യശോദ വിട്ട് സ്വന്തവും കൊണ്ടാടി വരുവാൻ. തോരയമായി അന്തമാമി തൂക്കിക്കൊണ്ടാൾ അങ്കവളെ. മാമിയെ തോരയമായി അന്തമാമി തൂക്കിക്കൊണ്ടാൾ അങ്കവളെ. അപ്പൊ കണ്ണൻ എന്താ ചെയ്തേ? തോടാതെ ഇടങ്ങളെല്ലാം തൊട്ട് തൊടയിപ്പാൻ, തോടാതെ ഇടങ്ങളെല്ലാം തൊട്ട് തൊലയിപ്പാൻ വിഷമക്കാര കണ്ണൻ. മതി മതി, സന്തോഷായി. ഇത്തരം ഒരു ഇതിലേക്ക് അതിനെ കൊണ്ടുവരാം എന്നുള്ള അത് ഏതെങ്കിലും ഒരു പോയിന്റ് ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് വന്നപ്പോൾ? അതെന്താന്ന് എനിക്കറിയില്ല. നമ്മൾ പാടി വരുമ്പോൾ എല്ലാ പാട്ടുകളാണെങ്കിലും എൻ്റെതായ ഒരു രീതിയിൽ അത് ഈ നൃത്തവും കൂടി കുടുംബത്തിലുള്ളതുകൊണ്ടായിരിക്കാം. ഡാൻസിന്റെ കാര്യങ്ങളും കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതും കൂടി ഉൾപ്പെടുത്തിയാണ് എൻ്റെ പാട്ട്. അഭിനയിച്ച് തന്നെയാണ് നമ്മൾ പാടുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അല്ല, എന്നാലും ഒരു പ്രോഗ്രാമായിട്ട് ഇത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനൊരു അടുക്കും ചിട്ടയൊക്കെ വേണ്ടേ? നമ്മൾ ഈ കൊറോണയുടെ കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് കൂടുതലായത്. അതിനു മുമ്പും കണ്ണൻ പാടിയിരുന്നു, അത് പറവൂരിൻ്റെ മേഖലകളിലൊക്കെ പാടി അങ്ങനെ പോയിരുന്നത്. അതിനുശേഷം നമ്മൾ ലോക്ക്ഡൗൺ സമയത്ത് വേറെ ഒരു മാർഗ്ഗമില്ലാത്ത സമയത്ത്, ടി വി അങ്ങനെ ഒന്നുമില്ലാത്ത സമയത്ത് കണ്ണൻജിനാഥ കലാകാരൻ്റെയും കുടുംബത്തിൻ്റെയും പരിപാടികളൊക്കെ നിങ്ങളൊക്കെ കാണാൻ നിർബന്ധിതരായി. അത് എൻ്റെ ഒരു ഭാഗ്യം. കൊറോണ നമ്മളെ അനുഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. ഇന്നിപ്പോൾ
എന്നെ ഇവിടെ റാണി വിളിക്കാനുള്ളൊരു ഭാഗ്യം അത് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയം മുതലാണോ ഇതിന് ഇപ്പോഴും കാണുന്ന ഒരു രൂപത്തിലേക്ക്? അതെ, അന്ന് വീട്ടിലിരുന്നാണ് നമ്മൾ പാടുന്നത്, വീട്ടിലിരുന്ന് എന്തും ചെയ്യാമല്ലോ. അതെ, എല്ലാവർക്കും സമയമുണ്ട്. അതെ, അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത് ജനങ്ങളെ കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടമായി. പ്രോഗ്രാംസ് ആയി വരാൻ തുടങ്ങി. എല്ലാ പാട്ടുകളിലും നമ്മൾ ഇങ്ങനെയാണ്. പിന്നെ കൊറോണ കഴിഞ്ഞ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമുക്ക് പൊതുവേദികളിൽ പരിപാടി ഇന്നും നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ പൊതുവെ എങ്ങനെയാണ് ഈ ഇത് കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് എന്നാണോ അല്ലെങ്കിൽ ഭക്തിയാണോ അതോ എല്ലാ തരം കാര്യങ്ങൾ? മാത്രമല്ല, എല്ലാ ദൈവങ്ങളുടെ പാട്ടുകളും ഉണ്ട്. അതുകൂടാതെ അല്ലാത്ത പഴയ ഗാനങ്ങളൊക്കെ നമ്മുടെ പ്രോഗ്രാമിൽ പാടാറുണ്ട്. എല്ലാം എടുത്ത് ഇതുപോലെ ചെയ്യും. പിന്നെ സച്ചിയേട്ടൻ പാടിയിരുന്ന പാട്ടുകളൊക്കെ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പി, അതൊക്കെ പാടാറുണ്ട്. അങ്ങനെ അതിപ്പോൾ ഞാൻ പാടിയില്ലെങ്കിലും നമ്മളിപ്പോൾ പുതിയതായിട്ട് കുറേ പാട്ടുകളൊക്കെ റെഡിയാക്കി പോയാലും അവിടെ ചെല്ലുമ്പോൾ കണ്ണേട്ട പറന്ന് പറന്ന് പാടും, പൂവനങ്ങൾ പാടും, പുത്തന്തിരുവാര പാടും, അങ്ങനെയുള്ള പാട്ടുകളുടെ നിർദ്ദേശങ്ങൾ വരുമ്പോൾ അപ്പോൾ നമ്മളങ്ങനെ പാടും. ഇപ്പം അമ്മയുടെ ഡാൻസിൻ്റെ അതിന് പാട്ടിന് മൃദംഗം വായിച്ചിരുന്നു എന്ന് പറഞ്ഞു. കണ്ണേട്ടൻ ഇപ്പം പാടുന്നുണ്ട്, പല മേഖലകളിൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇത് നോക്കുമ്പോഴായാലും കാണാം, നടന്ന് കാണുന്നുണ്ട്, സംഗീത സംവിധായകൻ എന്ന് കാണുന്നുണ്ട്, ഇതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ മേഖലകളിലും ഒന്ന് കൈവയ്ക്കണം അല്ലെങ്കിൽ എല്ലാത്തിലും ഒന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം എന്ന് തോന്നുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? കാരണം വേറെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കഴിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒന്നിലേക്ക് നമ്മൾ കയറി ആ മൃദംഗത്തിലാണ് കൂടുതലും നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ. ഗാഥികനായിരുന്നു, കഥാപ്രസംഗം പറഞ്ഞിരുന്നു അച്ഛൻ്റെ വഴിയിലൂടെ. കടാമംഗലം സദാനന്ദൻ സാറിൻ്റെ ശിഷ്യനാണ് ഞാൻ. അപ്പോൾ കഥാപ്രസംഗത്തിൽ ഒരുപാട് വേദികൾ നമ്മൾ പോയിരുന്നു. പിന്നെ കൊറോണ വന്നപ്പോൾ ഒരു പരിപാടി ഇല്ലാതിരുന്ന സമയത്ത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്നത് പാട്ടായിരുന്നു. അങ്ങനെ സംഗീതത്തിൻ്റെ പരിപാടിയുമായിട്ട് ഡെയിലി എല്ലാ ദിവസവും ഒത്തിരി പ്രവാസികൾക്ക് നമ്മൾ ഇഷ്ടമാണ്. അതനുസരിച്ച് വെള്ളിയാഴ്ച തോറും, ശനിയാഴ്ച തോറും, ഞായറാഴ്ച തോറും ഒക്കെ രാത്രി 9 മണിയായ കണ്ണഞ്ചിനാഥ് കലാകാരൻ്റെ ഫേസ്ബുക്ക് പേജ് കാണാൻ ഒത്തിരി ചങ്കുകൾ ഉണ്ടായി. അപ്പോൾ നമ്മളങ്ങോട്ട് പാടി തുടങ്ങിയതാണ്. അപ്പോൾ ഈ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും തുടക്കം മുതലേ കുറച്ച് ഈ ഡാൻസിലും ഒക്കെ ഭക്തി കൂടുതൽ വരും എന്നുള്ളത് കൊണ്ടാണോ അത്തരം പാട്ടുകളാണോ ആദ്യം തുടങ്ങിയത്? തീർച്ചയായും. അത്യാവശ്യം മെഡിറ്റേഷൻ, ജപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾ കൂടിയാണ് ഞാൻ. അത് കാണാൻ പറയാം. ഭഗവാന്റെ ഒരു അനുഗ്രഹത്തിൽ മാത്രമാണ് ഇന്ന് ഈ നിലയിൽ വരെ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് ജനങ്ങൾക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പാട്ടുകൾ കൂടുതൽ ചെയ്യാം അങ്ങനെ ആണോ തുടക്കത്തിൽ തീരുമാനം വരുന്നത്? ഈശ്വരൻ്റെ പാട്ടുകളാണ് നമ്മൾ കൂടുതലും. കാരണം ക്ഷേത്രങ്ങളിലാണ് കൂടുതലും നമുക്ക് പരിപാടികൾ വരുന്നത്. ലൈവിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് ഗാനങ്ങൾ, മറ്റുള്ള സിനിമാ ഗാനങ്ങളൊക്കെ പാടുമായിരുന്നു ലൈവിൽ. അത് പിന്നെ നമ്മൾ ക്ഷേത്രങ്ങളിലല്ലല്ലോ, വീട്ടിലിരുന്ന് എൻ്റെ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്ന പാടുന്നത്. അപ്പോൾ പൊതുവേദികൾ ഇപ്പോൾ അമ്പലങ്ങളാണ് നമ്മുടെ ഇപ്പൊ കൂടുതലായിട്ടും ഈ ഒരു ഇത് തന്നെയാണ് പരിപാടിയാണ്. സംഗീത സന്ധ്യ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പരിപാടി കൂടുതലും. അതപ്പോൾ ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ലിസണേഴ്സിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ ആ കിട്ടുന്ന ഒരു ഇതെന്താണ്? ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. ആ ഭാഗ്യം തന്നെയാണ്. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമ്മളെ സ്നേഹിക്കാനും കണ്ണേട്ടാന്ന് പറഞ്ഞ് പാറു വെച്ചി എന്നൊക്കെ പറഞ്ഞ് മക്കളെ എന്ന് പറഞ്ഞ് ഓടി വരാനും കുറേ ജനങ്ങളുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ്. ഇനി നമുക്ക് പ്രണയകഥ പറഞ്ഞാലോ? എന്നാല് എൻ്റെ അമ്മയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു പാറു. അമ്മ നൃത്തം പഠിപ്പിച്ചിരുന്നു. ഞങ്ങൾ അയൽവാസികളും കൂടി ആയിരുന്നു. ഒരു ഏക്കർ പറമ്പിൻ്റെ ഒരു വേലിയുടെ അപ്പുറത്തായിരുന്നു പാറുവിൻ്റെ വീട്. ഒരു ഏക്കർ പറമ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വന്തമായിരുന്നില്ല. ഒരു 28 വർഷക്കാലം അവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ് അച്ഛനും ഞാനും അമ്മയും. അപ്പോൾ എൻ്റെ വീട്ടിൽ ഡാൻസിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, 60 രൂപയായിരുന്നു. അപ്പോൾ ഏതോ ഒരു സമയത്ത്, നല്ല കാലത്തോ കഷ്ടകാലത്തോ, പാറുവിൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ മോളെ മൃദംഗം കൂടി പഠിപ്പിക്കണം. തീരുമാനമായി. അങ്ങനെ മൃദംഗം പഠിപ്പിച്ച് ഞങ്ങളിപ്പോൾ 2 പിള്ളേരായി. കൂട്ടത്തില് കുടുംബത്തിന്റെ കൂടി പഠിപ്പിച്ചു. അപ്പോൾ ഇത് ഫാമിലി മൊത്തമായിട്ട് ഇത് ചെയ്യാം, കണ്ണേട്ടൻ്റെ ലുക്ക് ഇങ്ങനെ ആവണം എന്നൊക്കെ ഈ കോവിഡിന് ശേഷം ഈ ഫേസ്ബുക്കിൽ കിട്ടിയ റെസ്പോൺസിനൊക്കെ ശേഷം പ്രോഗ്രാംസിലേക്ക് പോകുമ്പോഴാണോ ഇങ്ങനത്തെ ഒരു ഇതിലേക്ക് വരുന്നത്? അങ്ങനെയില്ല, ഞാൻ നേരത്തെ പോലെ ഇങ്ങനെ തന്നെയാണ്. ഇത് ലുക്കും എല്ലാം കുളി കഴിഞ്ഞാൽ ഭസ്മം, ചന്ദനം തൊടും, കുങ്കുമം തൊടും, ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ മാലകൾ വലിയ ഇഷ്ടമാണ്, മാലകളിടും. അത് എല്ലാവർക്കും ചിലപ്പോൾ താല്പര്യമുള്ള കാര്യമില്ല. എനിക്ക് ഇതൊക്കെ തന്നെ ഇഷ്ടം. എന്തെങ്കിലും പറയാറുണ്ടോ ആൾക്കാർ ഈ ലുക്കൊക്കെ കാണുമ്പോൾ? തീർച്ചയായും തനിക്ക് പ്രാന്തണ്ടെന്ന് ചോദിക്കും. സ്വാഭാവികമാണല്ലോ, എല്ലാത്തിൽ നിന്നൊരു വ്യത്യസ്തനായാലും മതി. ഇയാൾക്ക് എന്തിൻ്റെ കുഴപ്പമുള്ള കുട്ടിമാലയൊക്കെ എടുത്ത് കഴുത്തിലിട്ട്. പക്ഷേ ഞാനിങ്ങനെയാണ്. ചേച്ചിയുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് അതിനോടൊക്കെ? ചേച്ചിക്ക് ഇഷ്ടമാണ്. ചേച്ചിക്ക് ഞാൻ എന്ത് പറയുന്നോ അത് ഇഷ്ടപ്പെടുന്നു, ചേച്ചി എന്ത് പറയുന്നോ അത് ഞാനും ഇഷ്ടപ്പെടുന്നു.
ആ രീതിയിലാണ് ഞങ്ങളുടെ ജീവിതം പോണത്. അതുകൊണ്ട് ഇതുവരെ വലിയ കേടില്ലാതെ മുന്നോട്ട് പോകുന്നു. ഈ കുട്ടികൾ ഈ രണ്ടുപേരും ഇതിലേക്ക് തുടക്കം മുതലേ അവർ അങ്ങനെ ഒരു താല്പര്യം കാണിച്ച് അങ്ങനെയാണോ ഇതിന്റെ ഭാഗമാണ്? തീർച്ചയായും അവര് ജനിച്ചത് തന്നെ നമ്മൾ ഈ സംഗീതവും നൃത്തവും ഉള്ള സ്ഥലത്ത് തന്നെയല്ലേ. സ്വാഭാവികമായിട്ടും എൻ്റെ മകളെ എഴുത്തിനിരുത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ, അതിനു മുൻപ് ഡാൻസിന് അരങ്ങേറ്റം കുറിക്കാൻ പാടില്ലല്ലോ. അപ്പം അതുകൊണ്ട് 2.5 വയസ്സിൽ എഴുത്തിനിരുത്തിയിട്ട് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം കുട്ടികൾ പഠിക്കുമ്പോൾ, ചേച്ചിമാർ പഠിക്കുമ്പോൾ ഇവളും എല്ലാ ഡാൻസും ഒക്കെ അറിയാം. കൊച്ചാണെങ്കിലും എല്ലാ ഡാൻസും കൂടെ കളിക്കും. അപ്പോൾ വേദിയിൽ കളിക്കണ്ടേ, അപ്പോൾ എഴുത്തിനിരുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നേരത്തെ 2.5 വയസ്സിൽ തന്നെ എഴുത്തിനിരുത്തിയിട്ട് അങ്ങനെ മോളെ നർത്തകിയാക്കി. മകനും മൃദംഗം തന്നെ വായിച്ചാണ് മകൻ ഇതൊക്കെ എല്ലാ പരിപാടി. വീട്ടിൽ ദിവസം റിഹേഴ്സലും കാര്യങ്ങളാകുമ്പോൾ അവൻ മൃദംഗം എടുത്ത് വയ്ക്കും. അവന് ഊണ് കഴിക്കണമെങ്കിൽ പണ്ട് മൃദംഗം വേണമായിരുന്നു. മൃദംഗത്തിൻ്റെ മുമ്പിൽ ഇരുത്തിയിട്ടാണ് വായിൽ വെച്ച് കൊടുത്ത കഴിക്കുള്ളായിരുന്നു കുഞ്ഞായിരുന്നപ്പോൾ. അതിൻ്റെ ഫോട്ടോകളൊക്കെ വീട്ടിലിപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ ആധികാരികമായിട്ട് മകനെ ബാലകൃഷ്ണ കമ്മത്തിൻ്റെ അടുത്ത് പഠിപ്പിച്ചു. നല്ലൊരു മൃദംഗിസ്റ്റും പെർക്യൂഷനിസ്റ്റൊക്കെ ആയിട്ട് പോകുന്നു. ഒരു പക്ഷേ ഇപ്പം കണ്ണേട്ടൻ ഒരു കാഥികൻ എന്ന രീതിയിൽ ആ ഒരു ഫേസ് ഉണ്ടായിരുന്ന ഒരാളാണ്. പാട്ടുണ്ട്, ഇതൊക്കെ കയ്യിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുന്നുണ്ട് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന ഒരു ഇതിൽ. അപ്പം ഒരു തരത്തിൽ നോക്കിയാൽ അങ്ങനത്തെ ഒരു റിവൈവ് ചെയ്യുന്ന ഒരു തോട്ടം കൂടി അതിൽ പോകുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ കുറേ ആയിട്ട് നമുക്ക് കഥാപ്രസംഗത്തിനൊന്നും പഴയ ഒരു ആളുകൾക്ക് അതിനൊന്നും സമയമില്ലാത്ത പോലെ. കഥാപ്രസംഗത്തിന് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് എന്നെ ഇപ്പോഴും പ്രോഗ്രാമിന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇപ്പോൾ കഥാപ്രസംഗം എന്ന് പറയുന്നത് അത്യാവശ്യം സ്ട്രെയിനുള്ളൊരു കലയാണ്. അതിൽ ഭീഷ്മരും കർണനും ദുര്യോധനും ഒക്കെ വരുമ്പോൾ നല്ല ശബ്ദം എടുത്ത് തന്നെ പറയണം. അതൊരു ആ ഒരു കല മാത്രമായിട്ട് കൊണ്ടുകൊടുക്കുമ്പോൾ അത് ഓക്കെയാണ്. അതല്ലാതെ പിറ്റേ ദിവസം ഒരു പാട്ടിൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും. ഇത്രയും അലറിയൊക്കെ ശബ്ദം എടുത്തിട്ട് നാളെ പാടണമെങ്കിൽ കഥാപ്രസംഗത്തിൻ്റെ പാട്ടിനൊക്കെ. മറ്റുള്ള നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിക്ക് ആകുമ്പോൾ ശബ്ദത്തിന് ഇത്തിരി ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് കഥാപ്രസംഗം കുറച്ചു. ഇതിൽ എൻ്റെ ഒരു സംഗീത പരിപാടിയിൽ കഥാപ്രസംഗമുണ്ട്, അതാ ഞാൻ പറഞ്ഞത്, എല്ലാം ഉണ്ട്. അതാണ്, അപ്പം അതുകൊണ്ടാണോ ചോദിച്ചതാ. അങ്ങനെ ലൈവിൻ്റെ കാലത്ത് പ്രസംഗം മുമ്പിലുണ്ടാവും. കൂടിയായിരുന്നു, ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ഈ കെടാമംഗലത്തിൻ്റെ കൂടെയുള്ള ഓർമ്മകൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? മാഷ് അച്ഛൻ ആണ് ആദ്യത്തെ കഥാപ്രസംഗങ്ങളൊക്കെ കലോത്സവ കാലത്തിലൊക്കെ കൊണ്ടുപോയത്. പിന്നെ അതിനുശേഷം മാഷ് അടുത്താക്കി. പിന്നെ മാഷ് പഠിപ്പിച്ച കഥകൾ കൊണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റി, ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ വിജയിയായിരുന്നു കഥാപ്രസംഗത്തിൽ. പിന്നെ യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി 5 വർഷം തുടർച്ചയായിട്ട് എനിക്ക് സമ്മാനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ആ ഒരു പിന്നെ 90-ലാണ് കാഥികനായിട്ട് പ്രൊഫഷണലായിട്ട് ഞാൻ ഒരു ഉദ്ഘാടനമൊക്കെ വെച്ച് വലിയൊരു ചടങ്ങൊക്കെ വെച്ചിട്ട് പൊതുവേദിയിലേക്ക് ഇറങ്ങിയത്. അന്നൊക്കെ മാഷുണ്ടായിരുന്നു. പിന്നെ മാഷിൻ്റെ അവസാന കാലത്ത് മാഷ് കടാമംഗലം കഥ പറഞ്ഞിരുന്ന കാലത്ത് അധികം ഇത്തിരി വയ്യായികയൊക്കെ വന്നൊരു കാലത്ത് പറഞ്ഞു, എടാ നീ എൻ്റെ കൂടെ നിൽക്കണം. അപ്പോൾ ഞാൻ പാട്ട് പാടുമല്ലോ, അപ്പം മാഷിൻ്റെ കൂടെ പാടാനും അത്യാവശ്യം ഹാർമോണിയം വായിക്കും. അങ്ങനെ മാഷിൻ്റെ കൂടെയും ഞാൻ പരിപാടികൾക്ക് നേരത്തെ പോയിട്ടുണ്ട്. മാഷ് ഉള്ളപ്പോൾ പല സ്ഥലങ്ങളിലും അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതെ. കണ്ണേട്ടൻ്റെ ഈ രൂപം അച്ഛനും അമ്മയും കണ്ടിട്ടുണ്ടോ? അച്ഛൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അമ്മ കണ്ടിട്ടുണ്ട്. അമ്മയുള്ളപ്പോഴേ താടിയുള്ള സമയമായിരുന്നു. അച്ഛൻ മരിച്ചതിന് ശേഷം ആ ഒരു ചടങ്ങിനൊക്കെ വേണ്ടിയിട്ട് താടി വളർത്തണമായിരുന്നല്ലോ. ആ താടി ഞാൻ കുറെ കാലം വെച്ചു. അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ടത് തന്നെയായിരുന്നു എനിക്ക്. അച്ഛൻ്റെ കൈ പിടിച്ചാണല്ലോ നമ്മൾ വളർന്നതും. അച്ഛൻ്റെ പാതയിലൂടെ നീങ്ങുകയും അച്ഛൻ്റെ ശബ്ദമാണ്, അച്ഛൻ്റെ സംഗതിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അച്ഛൻ നല്ലൊരു ഗായകനായിരുന്നു. അച്ഛൻ പാടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അന്നത്തെയൊക്കെ പാടും ഒത്തിരി പെണ്ണുങ്ങളൊക്കെ ഭയങ്കര ആരാധനയൊക്കെ ഉള്ളൊരു കലാകാരൻ അച്ഛൻ. എനിക്കത്രയില്ല. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അച്ഛൻ്റെ ശബ്ദത്തിന് ഒരു ഒത്തിരി ആരാധകരുണ്ടായിരുന്നു. ആ ഒരു ഇതാണ് അപ്പോൾ എൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കും കിട്ടിയിരിക്കുന്നത്. അച്ഛൻ പാടിയതിൽ അങ്ങനെ ഒരുപാട് ഓർമ്മയിൽ നിൽക്കണ പാട്ട്? സന്ധ്യേ നിൻ കവിളിനകളിൽ എന്തിനി സിന്ദൂരപ്പൂക്കൾ. അങ്ങനെ ലൈറ്റ് മ്യൂസിക് ആയാലും അച്ഛൻ ആൾ ഇന്ത്യ റേഡിയോ സ്റ്റാർ ആയിരുന്നു കഥാപ്രസംഗത്തിൽ. എല്ലാ മാസവും അച്ഛൻ്റെ കഥാപ്രസംഗം റേഡിയോയിൽ വരും. തൃശ്ശൂർ നിലയത്തിലെ ആർട്ടിസ്റ്റായിരുന്നു. ഇന്നത്തെ കഥാപ്രസംഗം പോലെയല്ല അന്ന്. നിലയത്തിലെ ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ വയലിൻ, മൃദംഗം, തമ്പുരു ഇതൊക്കെ വെച്ച് അച്ഛൻ പാടുന്നത് കൊണ്ട് അച്ഛനെ അവർ കൂടുതൽ വിളിക്കുമായിരുന്നു. കാരണം ഗോപി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റും. അനന്തപത്മനാഭൻ സാറൊക്കെ ആയിരുന്നു വീണ. അപ്പോൾ ഈ കാഥികന്മാർക്ക് പൊതുവെ അത്ര സംഗീതത്തിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം വലിയ സംഗീതങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ അച്ഛൻ്റെ കഥയിൽ നല്ല രീതിയിൽ പാട്ടുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു സംഗീതവും ആ ഒരു ശബ്ദ മാധുര്യത്തിൻ്റെ അല്പം എനിക്കും കിട്ടിയെന്നാണ് എൻ്റെ സങ്കല്പം.
ഇപ്പൊ ആരാധകരുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരുപാട് ആരാധകരുണ്ടാവും. അതെ. അച്ഛന്റെ അത്ര ഇല്ല അങ്ങനെ സ്ത്രീ ആരാധകര് പറഞ്ഞു, പക്ഷെ അത്യാവശ്യത്തിന് ഉണ്ടാവും. അതിനല്ലേ എന്റെ പ്രിയതമ എന്റെ കൊടുകളുള്ളത്. പാർ കഴിഞ്ഞിട്ടുള്ളൂ ആരാധനയൊക്കെ. അല്ല എന്നാലും ഇല്ലേ തീർച്ചയായും അഡ്മയർ ചെയ്യുന്ന ഒരനുഗ്രഹം. തീർച്ചയായിട്ടും. പിന്നെ ഈ കണ്ണേട്ടൻ്റെ പേരിൻ്റെ കൂടെ ഈ കലാകാരൻ എന്നാണ് കണ്ണേട്ടൻ ഇട്ടിരിക്കുന്നത്, അതിൻ്റെ ഒരു ഗുട്ടൻസ് എന്താ? അത് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുള്ളതാണ്. പണ്ടൊക്കെ നേരത്തെ ഞാനിപ്പോൾ സൂചിപ്പിച്ചു, ഒരു കലാകാരന് പെണ്ണ് കിട്ടില്ലായിരുന്നു. കാരണം അവൻ പാട്ടും പണി നടക്കണം, അവന് പണിയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു ഉദ്യോഗസ്ഥന് മാത്രമേ ആ ഒരു പവർ കിട്ടുള്ളൂ എന്നൊരു ധാരണ പണ്ടും ഉണ്ട് ഇന്നും ഉണ്ട്. പക്ഷേ കലാകാരൻ കലാകാരൻ തന്നെയാണ്. പണ്ടെന്ന് പറയുമ്പോൾ കലാകാരന് തന്നെ ഞാൻ കലാകാരനാണെന്ന് പറയാനൊരു മടിയുള്ള കാലഘട്ടം. അത് കുറച്ച് ആധുനീകരിച്ച് ഞാൻ ആർട്ടിസ്റ്റാണ് എന്ന് പറയും. പക്ഷേ ഞാനതല്ല, ഞാൻ കലാകാരൻ, മലയാളി കലാകാരൻ. കലാകാരനായതുകൊണ്ട് മാത്രം എന്നെ നിങ്ങൾ സ്നേഹിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നെഞ്ചത്ത് തന്നെ എഴുതി വയ്ക്കും കലാകാരൻ. അടിമുടി എൻ്റെ വീഡിയോയിൽ എല്ലാത്തിലും കലാകാരനുണ്ടാവും. അത് എൻ്റെ ഒരു ചിലപ്പോൾ ഒരു ഭാഗ്യമായിരിക്കാം. അതും ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. കണ്ണൻ ജി നാഥ് കലാകാരൻ. പഠിക്കുന്ന കാലത്ത് കണ്ണൻ ജി നാഥ് മാത്രമായിരുന്നു. നമ്മളിപ്പോൾ സംഗീതവുമായി വന്നപ്പോൾ അങ്ങനെ എനിക്കൊരു തോന്നൽ വന്നു. കാരണം ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടതുകൊണ്ടാണ് ഞാൻ കലാകാരനായിട്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്നൊരു ഉറച്ച തീരുമാനം കൊണ്ട് മാത്രമാണ് അത് എഴുതി വെച്ചത്. ഇപ്പോൾ പഠിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാലത്ത് എന്തൊക്കെയാണ് കലാപരമായിട്ട് എല്ലാം ചെയ്തിരുന്നോ? കഥാപ്രസംഗം, പിന്നെ ലൈറ്റ് മ്യൂസിക്കിന് പോകും, ശാസ്ത്രീയ സംഗീതം, മൃദംഗം, പുല്ലാങ്കുഴൽ, അങ്ങനെ വിവിധ മേഖലകളിലെ കലാപ്രതിഭയൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുമായിരുന്നു കോളേജിലൊക്കെ. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് അവസരങ്ങൾ കൂടുന്തോറും കലയുടെ ഒരു സെൻസ് പല രീതിയിൽ മാറിപ്പോകുന്നുണ്ട്, പാട്ടുകളാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും. അപ്പോൾ കണ്ണേട്ടൻ എങ്ങനെയാണ് ഇനി ഒരു നാളെ എന്ന് പറയുന്ന ഒരു സമയത്ത് നമ്മുടെ കലയുടെ നിലനിൽപ്പിനെ കണ്ണേട്ടൻ എന്താ തോന്നിയിട്ടുള്ളത്? കലയുടെ നിലനിൽപ്പിനെന്ന് പറയുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഓരോ മാറ്റങ്ങളാണ്. അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം അങ്ങനെ ഉണ്ടാവണം നിർബന്ധമില്ല. പണ്ട് അങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്നും ആ പാട്ടുകൾ ഓർക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഉള്ളതുകൊണ്ട് ഈ പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മറന്നു പോകുന്നു. അത്ര വ്യത്യാസമുള്ളൂ. മക്കളോട് ഈ ഒരു അവർക്ക് തന്നെ നല്ല ഇതിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യം ഉണ്ടാവും. പക്ഷെ എന്നാൽ പോലും എന്താണ് അവർ കലയിൽ തന്നെ തുടരുന്ന സ്ഥിതിക്ക് അവർക്ക് എന്താ പറഞ്ഞു കൊടുക്കുക? മകന് കൂടുതൽ സൗണ്ട് എഞ്ചിനീയറിങ്, അതിലെ മ്യൂസിക് പ്രൊഡക്ഷനൊക്കെയാണ് മകന് ഇഷ്ടം. അവൻ അച്ഛൻ്റെ പാട്ടുകൾ എന്നെ ഞാനാക്കിയത് എൻ്റെ മകനാണെന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊറോണയുടെ കാലഘട്ടത്തിലൊക്കെ എനിക്കറിയില്ല ഇതിൻ്റെ സാങ്കേതിക വശങ്ങളൊന്നും. അപ്പോൾ ഈ നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോ അവൻ തന്നെ ഉണ്ടാക്കിയിട്ട് എൻ്റെ പാട്ടുകൾ റെക്കോർഡ് ചെയ്താണ് ജനങ്ങൾ കേട്ടിരുന്നത്. ഇപ്പോൾ അവനെ സ്റ്റുഡിയോ കാര്യങ്ങളായി. ഇപ്പോൾ ബ്ലൂ അക്കാഡമി എന്ന സൗണ്ട് എഞ്ചിനീയറിംഗ് പാസ്സായി. ആ ഒരു മേഖല ഇപ്പോൾ ഒരു സിനിമ, തമിഴ് സിനിമ, ആകാശാണ് അതിൻ്റെ മ്യൂസിക്കിൻ്റെ പ്രൊഡക്ഷനൊക്കെ. അങ്ങനെയുള്ളൊരു ഭാഗ്യം എൻ്റെ മകനുണ്ടായി. മക്കളാണെങ്കിലും അവളാണെങ്കിലും നൃത്തം തന്നെ പ്രധാനമായിട്ട് എടുത്ത് തന്നെ മുന്നോട്ട് പോയി. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇപ്പോൾ MA ഭരതനാട്യം കഴിഞ്ഞു. അതൊന്നും ഞാൻ പറയേണ്ട വന്നിട്ടില്ല. അത് അവരുടെ വഴികൾ തന്നെയാണ് അവർ തിരഞ്ഞെടുത്തത്. എന്നിട്ട് നിങ്ങൾ പ്രോഗ്രാം സമയത്ത് നിങ്ങൾക്ക് ഒരുമിച്ച് ഇത് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്, അത് ഭയങ്കര ബ്യൂട്ടിയാണ്. തീർച്ചയായും. രണ്ടുപേരും ചെന്നൈയിലായിരുന്ന സമയത്ത് ഒത്തിരി വിഷമമായിരുന്നു എനിക്ക്. കാരണം ചെല്ലണ സ്ഥലത്തൊക്കെ ആകാശമില്ലേ മിതുവില്ലേ എന്ന് ചോദിക്കും നമ്മൾ പരിപാടിക്ക് ചെല്ലുമ്പോൾ. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടാവുള്ളൂ, പിന്നെ പക്കമേളമായിരിക്കും. അപ്പോൾ പിന്നെ പിള്ളേരുടെ കാര്യത്തിന് പഠിക്കാൻ വിടാതെയും പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അത് പോയി. ഇപ്പോൾ കഴിഞ്ഞ് ഇപ്പോൾ നാട്ടിലുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുടെ ആക്സെപ്റ്റൻസ് ഒക്കെ കിട്ടി. ഇപ്പോൾ ഈ ഒരു ഫേസ് നമ്മൾ ചിലപ്പം പണ്ട് നമ്മളെ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ, നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടാവില്ല. ഇപ്പോൾ കണ്ണേട്ടൻ്റെ ഫീലിംഗ് എങ്ങനെയാണ്, എന്താ മനസ്സിൽ കൂടെ പോണത്? ഒരു മഹാഭാഗ്യം തന്നെ ഭഗവാന്റെ, എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ, ഗുരു കാരണവന്മാരുടെ എല്ലാം അനുഗ്രഹം അത്രമാത്രം ഫീലിംഗ് ഉണ്ട്. നമ്മൾ ദാസേട്ടൻ പണ്ടൊരു വേദിയിൽ പറഞ്ഞ പോലെ നല്ലത് കേട്ടാലും ചീത്ത കേട്ടാലും ഒരുപോലെ തന്നെ ഇതിലെ കളയുക, വച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നാണ്. നല്ലതാണ് കേൾക്കുന്നത്, നീ വരുവാനാണെന്ന് കേട്ടാൽ നമുക്ക് അഹങ്കാരം വരും. മോശമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ വരും. ഇതൊന്നും ഇല്ലാണ്ട് രണ്ടും ഇതിലേ വക ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് ഏതൊരു കലാകാരനും അങ്ങനെ തന്നെയാണെങ്കിൽ മുന്നോട്ട് ഭംഗിയായിട്ട് പോകാൻ പറ്റും. ഈ ഇതിൽ തന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ പാട്ട്, നമ്മുടെ ശബ്ദം, നമ്മുടെ കാണുന്ന രൂപം എല്ലാം നമ്മൾ കീപ്പ് ചെയ്യണം. അപ്പോൾ എന്താണ് അതിന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ എന്തെങ്കിലും എഫേർട്ട് ഉണ്ടോ കണ്ണേട്ടൻ്റെ ഭാഗത്ത്? നല്ല എഫേർട്ട് ഉണ്ട്. കാരണം എനിക്ക് എൻ്റെ പ്രാക്ടീസ് തന്നെ നന്നായി തന്നെ മക്കളുടെയും ഭാര്യയുടെയും ചീത്തയ്ക്കുന്ന അതിനാണ് മര്യാദക്ക്. ഇന്നിപ്പോൾ എന്നെ ഇവിടെ വിളിച്ചപ്പോൾ അടങ്ങി ഒതുങ്ങി വർത്താനം പറയണം, അവിടെ പോയിട്ട് ആകാന്നൊക്കെ പറയരുത്, നമ്മൾ അങ്ങനെ വേണം, ഒരു സെലിബ്രിറ്റി ആണ്, ആ രീതിയിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് വിട്ടേക്കാണ്. മോനൊരു നോട്ടം നോക്കി കഴിഞ്ഞാൽ ശരി അങ്ങനെ ഇരിക്കുള്ളൂ. അങ്ങനെ എന്നെ അടക്കി ഒതുക്കി കൊണ്ട് നടക്കുക.
അപ്പോൾ ഈ ഇതിന്റെ പ്രാക്ടീസ് ഒക്കെ ഇങ്ങനെ ഒരുപാട് സെഷൻസ് പോണ്ടി വരില്ലേ? നമ്മളുടെ പരിപാടിക്ക് പ്രാക്ടീസ് ഇല്ല, ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് മോളുടെ ഡാൻസിനാണെങ്കിലും കാരണം എൻ്റെ ഒരു സംഗീത പരിപാടിയിൽ എന്നോടും ഒപ്പം ഇരിക്കുന്നത് പ്രഗത്ഭരായ പക്കമേള വിദഗ്ധരാണ്. എന്നേക്കാൾ ഒത്തിരി ഒത്തിരി അറിവ് കൂടിയവരാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഓരോ കലാകാരനും എൻ്റെ കൂടെ മൃദംഗാണെങ്കിലും വയലിനാണെങ്കിലും എന്താണെങ്കിലും അവരുടെ കഴിവ് പരമാവധി വേദിയിൽ വരണം. ഒരു നിയമമില്ല, ഇന്നത് കഴിഞ്ഞ് ഇന്നത് വന്നില്ലെങ്കിൽ ലക്ഷ്യത്തിൽ നോക്കുക, ഇതൊന്നുമില്ല. അത്രയും ആനന്ദമാണ് നമുക്ക്. എത്രയൊക്കെ അവർക്ക് അവരുടെ കഴിവ് വേദിയിൽ ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ അത്രയും തന്നെ കൂടുതൽ കൂടുതൽ വരണം എന്നാഗ്രഹിക്കുന്നതുകൊണ്ട് നമുക്ക് റിഹേഴ്സലിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നിയമങ്ങളില്ല, കാരണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് തോന്നണ പോലെ പാടുന്ന ആളാണെന്ന്. അപ്പോൾ ഈ ചെയ്യുന്ന കാര്യമൊക്കെ അപ്പോൾ അവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യണം. വേദിയിലാണ് മിക്ക പാട്ടിൻ്റെ ബിറ്റുകളാണെങ്കിലും ചിലപ്പോൾ ചില പാട്ടുകൾ അവർ വേദിയിൽ തന്നെ ആയിരിക്കും കേൾക്കുന്നത്. അവരുടെ എല്ലാം ഇഷ്ടത്തിന് അത് മകനും കൂടെ ഉണ്ടാവാറുണ്ട്. അവരുടെ എല്ലാ കഴിവുകളും ഇപ്പോൾ കൊച്ചിൻ ബാലകൃഷ്ണ കമത്താണ് മൃദംഗം, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം കണക്കുകളാണെങ്കിലും ആ വേദിയിൽ ഉണ്ടാകുന്നതാണ്. മഞ്ഞൂർ രഞ്ജിത്ത്, അവരൊക്കെ അവരുടെ ഇഷ്ടം ഉള്ള കാര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുമ്പ് ഇന്ന പോലെയാണ് ഇത്ര വായിക്കാവൂ, അത് പാടില്ല എന്നുള്ള നിയമങ്ങളില്ല. എന്നേക്കാൾ ഗംഭീരമാവണം. അപ്പൊ ഇംപ്രവൈസ് ചെയ്തു അങ്ങനെ പാടിയിട്ട് വീണ്ടും കേൾക്കണം എന്ന് ആൾക്കാർ ആവശ്യപ്പെടുന്ന പാട്ടുകൾ ഏതായിരിക്കും? മര്യാദയ്ക്ക് പാടിയിട്ട് പോടാ എന്നുള്ള രീതിയിൽ വീണ്ടും നന്നാക്കിയിട്ട് പോയാൽ മതി. തുളസിക്കതിരൊക്കെ അങ്ങനെ 1, 2, 3 പ്രാവശ്യമൊക്കെ പാടിക്കുന്ന വേദികളുണ്ടായിട്ടുണ്ട്. കാരണം തുളസിക്കതിര് ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു കലാകാരൻ നന്നായി പാടി വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കണ്ണഞ്ചിനാഥ് പാടി വന്നപ്പോൾ അത് വേറൊരു രീതിയിലായിട്ടുണ്ട്. അതെൻ്റെ ഒരു അഭിനയം കൂടി കൂടുമ്പോഴാണ്. അപ്പം അത് ജനങ്ങൾക്കും ഇഷ്ടമാണ്. അപ്പം അത് പാടിക്കൊണ്ടാണോ നമ്മൾ ഇത് നിർത്തുക? തുളസിക്കതിരൊക്കെ അതിൻ്റെ ഇടയിൽ വരുന്ന പാട്ടുകളാണ്. അല്ല, ഇപ്പം നമ്മുടെ ഇന്റർവ്യൂ നിർത്തുമ്പോൾ എനിക്കൊരു പാട്ടും കൂടി പാടി തരൂ. അങ്ങനെ നിർത്താറായി മതി എന്നാണോ ഉദ്ദേശിച്ചത്? അല്ല, കണ്ണേട്ടൻ നിർത്തണം എന്നല്ല, നിർത്താനായിട്ടില്ല. അതിന് മുന്നേ ഒരു ഡാൻസ് അക്കാഡമി ഉണ്ട് അല്ലേ? അതിനെക്കുറിച്ച് പറയണം, കണ്ണേട്ടൻ്റെ ഗുരുക്കന്മാരെ കുറിച്ച്, അതൊക്കെ കൂടെ പറഞ്ഞിട്ട് നമുക്ക് പാടിയിട്ട്. നമ്മുടെ അക്കാഡമി എന്ന് പറയുന്നത് അമൃതവാണി നൃത്ത കലാക്ഷേത്രം. എൻ്റെ അമ്മ തുടങ്ങിയതാണ്. 75ാമത്തെ വർഷമാണ്. ഗംഭീര മഹോത്സവമായിട്ട് ഞങ്ങൾ ഇത് കൊണ്ടാടുന്നുണ്ട്. ഏപ്രിൽ മാസത്തിലായിരിക്കും അത്. അപ്പോൾ 75 വർഷമായി ഈ സ്ഥാപനം. വാണി നൃത്ത കലാക്ഷേത്രമായിരുന്നു അത്. മകള് അമൃത എന്ന് പേര് വന്നപ്പോൾ അമൃതവാണിയെ ഇനി തുടർന്നു കൊണ്ടുപോകേണ്ട ആള് അമൃതയാണല്ലോ. അപ്പോൾ അമൃതവാണി നൃത്ത കലാക്ഷേത്രം അതാണ് നമ്മുടെ കലാക്ഷേത്രത്തിൽ. ഒത്തിരി കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ബ്രാഞ്ചുകളൊക്കെ ആയിട്ട് വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഗുരുക്കന്മാർ എന്ന് പറയുമ്പോൾ എന്നെ സംഗീതം പഠിപ്പിച്ചത് വെങ്കടേശൻ മാസ്റ്ററാണ്. പറവൂർ തന്നെയുള്ള ഒരു മാസ്റ്ററാണ്. അച്ഛൻ്റെ കൂടെ ഹാർമോണിയം വായിക്കുകയും സദാനന്ദൻ സാറിൻ്റെ കൂടെ ഹാർമോണിയമൊക്കെ വായിച്ചിരുന്ന ഒരു മാഷാണ്. എന്നെ മൃദംഗം പഠിപ്പിച്ചത് പറവൂർ കൃഷ്ണകുമാർ. ആദ്യം പഠിപ്പിച്ചത് കുട്ടിയായിരുന്ന കാലത്ത് പഠിപ്പിച്ചത് ഉണ്ണിമാരാർ എന്ന് പറയുന്ന ചേന്നമംഗലത്തുള്ള എൻ്റെ ഉണ്ണിമാമൻ എന്നാണ് വിളിച്ചിരുന്നത്. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കാലശേഷമാണ് മധുചേട്ടൻ കൃഷ്ണകുമാർ അദ്ദേഹം പഠിപ്പിച്ചത്. പിന്നെ ഞാൻ കുറച്ച് നൃത്തം പഠിച്ചിട്ടുള്ളത് സുനിൽ നെല്ലായി എന്ന് പറയുന്ന മാസ്റ്ററുടെ അടുത്താണ്. സുനിൽ മാസ്റ്ററുടെ കുറേ കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ടുമാണ് നമ്മൾ മറ്റേ രീതിയൊക്കെ ചൂടി വരാറുള്ളത്. പിന്നെ കഥാപ്രസംഗമാണുള്ളത് സാന്തം മാഷ. പിന്നെ ചേർത്തല ബാലചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ കഥയാണ് ഞാൻ ലോകം മുഴുവൻ ഒത്തിരി കഥകൾ കർണൻ അദ്ദേഹം എഴുതിയത് ആണ്. പിന്നെ സദാനന്ദൻ മാസ്റ്ററുടെ ഒരു സംവിധാനം കൂടി ചേർത്തിട്ട് പിന്നെ എൻ്റേതായ ഒരു ശൈലി കൂടി വന്നിട്ടാണ് ആദിത്യ കൺമണി എന്ന രീതിയിൽ കർണൻ കഥ ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ ഉള്ളതാണ്. ഇതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. അപ്പം നമുക്കിനി ആ പാട്ട് പാടിയിട്ട് ഒരുപാട് നിർബന്ധമാണല്ലേ? പാടാം. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താൻ. തുളസിക്കതിർ നുള്ളിയെടുത്ത് കണ്ണാ 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 കള്ള കണ്ണാ 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 കണ്ണാ. നിർത്തിന് മുമ്പ് ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഞാൻ ഇരുന്ന് പാടുന്ന കണ്ടപ്പോഴാണ് ഈ ലുക്ക് കണ്ടിട്ടേ ആരെങ്കിലും അഭിനയിക്കാൻ പഠിച്ചിട്ടുണ്ടോ? അഭിനയിക്കാൻ ഞാൻ
മുട്ടാത്ത വാതിലുകളില്ലാത്തൊരവസ്ഥ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. 10-35 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വലിയൊരു ക്യാരക്ടറല്ല, എന്നാലും ദിലീപേട്ടൻ്റെ കൂടെയും മമ്മൂക്കയുടെ കൂടെയും ജയറാമേട്ടൻ്റെ കൂടെയും അങ്ങനെ പ്രധാന നടന്മാരുടെ കൂടെയൊക്കെ ഒരുപാട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലാലേട്ടൻ്റെ കൂടെ മാത്രം അഭിനയിക്കാൻ പറ്റിയിട്ടില്ല. ഒത്തിരി സിനിമകളിലുണ്ട്. പക്ഷെ അതെൻ്റെ ഒരു തടി, ഇതിലും കൂടുതൽ തടി ഉണ്ടായിരുന്നു. എൻ്റെ ഒരു തടി ഉപയോഗിക്കാനായിട്ടുള്ള രീതിയിൽ ഗുണ്ട അല്ലെങ്കിൽ ഒരു കോമാളി, അങ്ങനെ ഒരു പൊട്ടൻ, അങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവമാണ്. നമുക്കൊരു ക്യാരക്ടർ ചെയ്യണമെന്നൊരാഗ്രഹം. കമൽ സാറൊക്കെ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആൻഡോ ജോസഫ് ഇവരൊക്കെയാണ് എന്നെ ആ കാലഘട്ടത്തിൽ ഒത്തിരി, ഡിക്സൺ അവരൊക്കെയാണ് വിളിച്ചിരുന്നത്. പിന്നെ നമ്മളൊരു സ്ഥിരം ഒരു പാറ്റേണിലേക്ക് അങ്ങനെ മാറിയപ്പോൾ അപ്പോഴാണ് കൊറോണയുടെ കാലഘട്ടമൊക്കെ വന്നത്. പ്രളയം വന്നു. അപ്പോൾ ഇതൊക്കെ മുടങ്ങി പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേറ്റത് ഈ സംഗീതത്തിലൂടെയാണ്. ഇപ്പോൾ വിളിച്ചാൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലായികയില്ല, ഇരിക്കുമായിരിക്കും, ഇത് കണ്ടാരെങ്കിലും വിളിച്ചാൽ അഭിനയിക്കും. ഞാൻ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. ഗുണ്ട മാത്രമല്ല, ഭയങ്കര വില്ലാണ്ടൊക്കെ അഭിനയിക്കും. വിളിച്ചിട്ടില്ല, അതുകൊണ്ട് പറ്റില്ല. റോട്ടിൽ നിന്ന് അഭിനയിച്ച പ്രാന്താന്ന് അറിയില്ലേ? ഇപ്പം തന്നെ ഏകദേശം പറയേണ്ടതല്ലേ, കൂടുതൽ പറയണ്ട. എന്തായാലും കണ്ണേട്ടാ, ശരിക്കും കണ്ണേട്ടന് ഇനിയിപ്പോൾ എല്ലാ ഫേസും മാറി വരികയല്ലേ. അപ്പം ആക്ടിങ്ങിലേക്കാണെങ്കിലും ഇനി എൻ്റെ മകൾക്കും നല്ല സിനിമകൾ വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ട് ഇപ്പൊ അതാണ് നോക്കണം. മകന് പിന്നെ ബാക്കി മ്യൂസിക്കിന്റെ കാര്യങ്ങളൊക്കെയാണ് അവന്റെ ഇഷ്ടം. മ്യൂസിക് ചെയ്യാൻ സിനിമ തന്നെ ചെയ്തു. ഭാഗ്യത്തിന് ആ ഒരു ബന്ധങ്ങൾ ചെന്നൈയിലൊക്കെ ഉണ്ട്. പല ഇതിലും മുന്നോട്ട് പോട്ടെ. അപ്പൊ മക്കളുടെ കരിയർ, എന്റെ ഭാര്യയ്ക്കുള്ള ഒരു ഏറ്റവും വലിയ ആഗ്രഹം കണ്ണേട്ടൻ്റെ കൂടെ ഇങ്ങനെ പരിപാടികളൊക്കെ നടത്തണം ആണ്. അപ്പൊ അത് നമുക്ക് സമയം കണ്ടെത്താം. അപ്പൊ നടനും കൂടി ആയത് കുറച്ചുകൂടി ഒരു വേറെ ലെവലിൽ പോലോ. അപ്പൊ എന്തായാലും കണ്ണേട്ടന്റെ അഭിനയം എന്നുള്ളതും കൂടി നല്ല നല്ല അവസരങ്ങളായിട്ട് അത് മാറട്ടെ. തീർച്ചയായിട്ടും കണ്ണേട്ടനെ അങ്ങനെയും കൂടെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഈ ഒരു ഫേസും ഈ കലാകാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കുടുംബമായി നടത്തുന്ന ഈ പരിപാടി അതും വളരെ ഗംഭീരമായി മുന്നോട്ട് പോട്ടെ. ഈ ഒരു സമയത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. എന്നെ ക്ഷണിച്ചതിന്, ഇത്രയും പ്രേക്ഷകരെ എന്നെ കാണിച്ചതിന് ഒത്തിരി സന്തോഷം, നന്ദി. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. നമസ്തേ. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു അതിഥിയുമായി.